സ്വർഗീയ ആരാധനയെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുകയാണ്. There is a restoration of heavenly worship in this outpouring. Hallelujah. നമുക്കറിയാം, ദൈവത്തിന്റെ വചനത്തിലുടനീളം ആരാധന ഒരു വലിയ വിഷയമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ അതറിയാമല്ലോ അല്ലേ? 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ജെനസിസ് 1:1. സ്വർഗത്തിൽ ആരാധനയോടുള്ള ബന്ധത്തിൽ നടന്ന ഒരു കുഴപ്പം പറഞ്ഞുകൊണ്ടാണ് ദൈവവചനം തുടങ്ങുന്നത് എന്ന് എത്ര പേർക്കറിയാം? ജെനസിസ് ചാപ്റ്റർ 1:1 വായിക്കാമോ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതെ, ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചതെല്ലാം എന്താ? ദൈവം സൃഷ്ടിക്കുന്നതെല്ലാം നല്ലതാണ്, നല്ലതായിട്ടാണല്ലോ. ഉടനെ 2-ാം വാക്യം പറയുന്നത് എന്താണ്? ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. അതെ അല്ലേ? ദൈവവചനം അറിയാവുന്നവർക്കൊക്കെ, ഈ പഠിപ്പീര് കിട്ടിയിട്ടുള്ളവർക്കെല്ലാം അറിയാം, ഇതിൻ്റെ 1-ന്റെയും 2-ന്റെയും ഇടയ്ക്ക് വലിയൊരു കുഴപ്പം സംഭവിച്ചു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലും ഐസയായിലും ഒക്കെ അത് പറയുന്നുണ്ട്. ദൈവമെല്ലാം മനോഹരമായി സൃഷ്ടിച്ചു, എങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവദൂതനായിരുന്ന ലൂസിഫർ ദൈവത്തിനെതിരായി മത്സരിച്ചു. താനൊരു ദൂതനായിരുന്നു, താൻ ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു, എങ്കിലും ഒരു ഗർവ മനോഭാവം തൻ്റെ ഹൃദയത്തെ കയറി പിടിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പിശാച് കാരണമാണെന്ന് ഒരിക്കലും ഓർക്കരുത്. പാസ്റ്റർ ആമോസ് സിംഗ് ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് പഠിപ്പിച്ചപ്പോൾ, അത് പെട്ടെന്ന് അറിയാവുന്ന വിഷയമാണെങ്കിലും അദ്ദേഹം ഹിന്ദിയിൽ ഇങ്ങനെയാ അത് പറയുന്നത്: ശൈത്താൻ കാ ബാപ്പ് കോൻ ഹേ? कौन है बेटा, बोलो. हाँ, शैतान का बाप कौन है? Who is the father of Satan? It is pride. ഈ ദൂതനെ ഒരു പിശാചാക്കി മാറ്റിയത് ഈ ഗർവ മനോഭാവമാണ്, സ്വയത്തിന്റെ ചിന്തകളാണ്. ദൈവം ഒരു കാര്യം പറയുന്നു എങ്കിലും അതിന് മീതെ എനിക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും കഴിയുമെന്ന് പറഞ്ഞ് തന്നെത്താൻ ഉയർത്തിയവൻ്റെ, ദൈവം സൃഷ്ടിച്ചത് സകലതും മനോഹരമായിരുന്നു, എങ്കിലും ഇങ്ങനെ ഒരു വലിയ സംഭവം സ്വർഗീയ മണ്ഡലങ്ങളിൽ നടക്കുകയും നമുക്കറിയാം, 1/3 ദൂതന്മാരും ഇവനോടുകൂടെ ചേരുകയും അവരെ സ്വർഗത്തിൽ നിന്നും താഴേക്ക് തള്ളിയിടുകയും ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ സംഭവിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് താഴോട്ട് വായിക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ്, 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 നല്ലതാണ്. അതിനുശേഷം ആദാമിനെ സൃഷ്ടിച്ചു, ഹൗവയെ സൃഷ്ടിച്ചു, മനോഹരമായ ഏദൻ തോട്ടമുണ്ടാക്കി, ദൈവം അവരോട് കൂട്ടായ്മ ആചരിക്കുകയും എല്ലാം സന്തോഷമായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് 3-ാം അധ്യായത്തിൽ നാം ആരെയാ കാണുന്നത്? സാത്താനെ കാണുന്നു. Who created Satan? അല്ലേ? ഇദ്ദേഹമാണ് അവിടെ ഒരു പ്രശ്നം. ആരാധനയിലുള്ള ഭംഗത്തിലാണ് വിഷയത്തിന്റെ ആരംഭം തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 10 കൽപ്പനകൾ കൊടുത്ത സമയത്ത് ഏറ്റവും ആദ്യത്തെ കൽപ്പനയായി ദൈവം കൊടുത്തത് ആരാധന ഒരു വലിയ വിഷയമാണ്. ഹല്ലേലൂയ. ആരാധന യഥാസ്ഥാനപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന ബാക്കി കാര്യങ്ങൾക്ക് ഒഴുകുവാനായിട്ട് കഴിയത്തുള്ളൂ. ആമേൻ. അങ്ങനെ ഇതിനാദ്യം എന്ന് പറയുന്ന ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. എക്സോഡസ് 20 അല്ലേ? അതെ, 20-ന്റെ ആദ്യം ഒന്ന് വായിക്കാം. 10 കൽപ്പനകളിൽ ആദ്യം തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയുന്നതിനെക്കാട്ടിലും ആദ്യം ആരാധനയ്ക്കാ ഇമ്പോർട്ടൻസ്. ദൈവം പറയുന്നത് ഈ ഒരു വിഷയത്തിനകത്ത് നീ നേരെ വന്നു കഴിഞ്ഞാൽ ബാക്കി വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ ചേർന്ന് വരും. അത് വായിക്കാം നമുക്ക്. അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്.
അതിന്റെ വിഷയം എന്താ? താഴോട്ട്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിൽ എങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിൽ എങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം. ഹല്ലേലൂയ. അത് കണ്ടോ? യു ഷാൽ നോട്ട് വർഷിപ്പ് ദം. മറ്റ് ദൈവങ്ങൾ നിനക്ക് പാടില്ല, മറ്റ് വിഗ്രഹങ്ങൾ നിനക്ക് പാടില്ല. അനേക പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാ വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന മനസ്സിലുള്ള കല്ല് വെച്ചോ മണ്ണ് വെച്ചോ ഉണ്ടാക്കിയ വിഗ്രഹങ്ങൾ മാത്രമല്ല, ദൈവത്തിന് മീതെ നമ്മുടെ ജീവിതത്തിൽ നാം എന്തിനെങ്കിലും സ്ഥാനം കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് നമുക്കൊരു ദൈവമായി, വിഗ്രഹമായി മാറുകയാണ്. അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ തന്നെ നമ്മുടെ ഒരു ഘടന എന്ന് പറഞ്ഞാൽ വി ഹാവ് ദിസ് ഡീപ് ഇൻക്ലിനേഷൻ ടു വർഷിപ്പ് സംതിങ്. നമ്മൾ എന്തിനെങ്കിലും ഒക്കെ ആരാധിച്ചു പോകും. ആരെ ആരാധിക്കുന്നത് എന്നുള്ളത് മാത്രമേ വിഷയമുള്ളൂ. ഹല്ലേലൂയ. സത്യദൈവത്തെ അല്ല ആരാധിക്കുന്നതെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന്റെ മുൻപിൽ നിങ്ങൾ കുമ്പിട്ട് അതിനെ ആരാധിച്ച് സേവിച്ച് ജീവിക്കുന്നവരാണ്. ആർക്കും അതിനകത്തുനിന്ന് രക്ഷപ്പെടുവാനായിട്ട് കഴിയത്തില്ല. ആരാധന ഒരു വലിയ വിഷയമാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ മക്കളെ വിളിച്ച് അല്ലേ മോശ പോയി എന്തുവാ പറഞ്ഞേ ഫറോഹോനോട്? ശരിക്ക് സംസാരിക്കാൻ പോലും അറിയാത്ത മോശ എന്തോ പറഞ്ഞു? ഫറോഹോന്റെ അടുത്തിൽ പോയിട്ട് പറഞ്ഞു, ഇത്രയും വർഷം അടിമത്വത്തിൽ കിടക്കുന്ന ജനത്തെ വിട്ടയക്കണം. എന്തിനാ പറഞ്ഞേ? ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. ലെറ്റ്സ് ബി ഇന്ററാക്റ്റീവ്. അവരെ ആരാധിക്കാനായിട്ട് വിട്ടയക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇവിടുന്ന് ഇച്ചിരി ആമേനൊക്കെ എനിക്ക് കേട്ടാ നല്ലതാ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കാൻ വിട്ടയക്കാൻ അവരെ ദൈവം നടത്തിയ ആ രീതികളൊന്ന് ഓർത്ത് നോക്കിക്കേ. വലിയൊരു ജനസംഖ്യയാണ് അവര്. ദൈവം പറഞ്ഞാലും കേൾക്കത്തില്ല, പിറുപിറുക്കും, ഇങ്ങനത്തെ ഒക്കെ കൂട്ടരാണെങ്കിലും ദൈവത്തിൻ്റെ എന്താ? പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി തൂണുമായി. ദൈവത്തിൻ്റെ ഉടമ്പടി ജനമായതുകൊണ്ട് ദൈവം അവരെ നടത്തുന്നു. മാത്രമല്ല മോശയ്ക്ക് കൊടുത്ത കൽപ്പന പ്രകാരം ഈ ജനത്തിൻ്റെ നടുവിൽ ഒരു സമാഗമന കൂടാരത്തിന്റെ അകത്ത് ദൈവം ഇറങ്ങി വസിക്കുകയാണ്. അവരുടെ ആ നൊമാഡിക് ലൈഫിൽ പോലും, അതായത് അവർക്ക് ഒരു സ്ഥലത്ത് സ്ഥിരതയായിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് ഓർമ്മിപ്പിക്കുക, ഞാനൊന്ന് സെറ്റിലായില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. പല മേഖലകളിൽ എങ്ങും ഒന്ന് എത്തി ഉറച്ചില്ലല്ലോ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിഷമിക്കണ്ട. ആമേൻ. മിസ്രയീമിൽ നിന്നും നിങ്ങളെ വിളിച്ചിറക്കിയ ദൈവം ഒരു കനാനിലേക്ക് നിങ്ങളെ നടത്തുക. വിഷമിക്കണ്ട. അത് നമുക്ക് വാഗ്ദത്തമുള്ളതാ. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു യാത്രയുണ്ട്. ഹല്ലേലൂയ. ആ യാത്രയിലും ആരാധനയുണ്ട്. ഹല്ലേലൂയ. അങ്ങ് എത്തിച്ചെന്ന് സെറ്റിലായിട്ട് ഈ വിഷയം ക്രമീകരിക്കാം എന്നാരും വിചാരിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ആരാധന മുടങ്ങരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെറ്റിലാകാനൊന്നും നോക്കണ്ട. ഹല്ലേലൂയ. ഈ യാത്രയിൽ പോലും എന്താ അതറിയാമോ? നമ്മൾ ഈ മോശയുടെ കൂടാരത്തിന്റെ ഒരു പടം ദിലീപ് ബ്രദർ ഒന്ന് കാണിച്ചാട്ട്. ഇതൊരു പെർമനന്റ് സ്ട്രക്ചർ അല്ല. എന്തോ അല്ല, പെർമനന്റ് സ്ട്രക്ചർ അല്ല. ഇത് മാറ്റി അടിക്കുക. എത്ര പ്രാവശ്യം അങ്ങനല്ലേ പാസ്റ്റർ? ഈ സാധനം ഇവരിങ്ങനെ യാത്ര ചെയ്യുമല്ലേ. ഇത് അസംബ്ലിങ് അല്ല, ഡിസ്അസംബ്ലിങ്, അസംബ്ലിങ്, ഇതെല്ലാം ഡിസ്മാൻഡിൽ ചെയ്യണം. ഹല്ലേലൂയ.
ഒത്തിരി വീട് മാറിയവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാം അല്ലേ? Yes. ഞങ്ങൾ 10 21 വീട് മാറി കഴിഞ്ഞിട്ട് അതൊരു പ്രക്രിയയാണല്ലോ. അപ്പോൾ ഇത്രയും ജനത്തിൻ്റെ നടുവിൽ ഇത്രയും സെറ്റപ്പിൽ ദൈവം പറഞ്ഞതുപോലെ തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സാധനം എപ്പോഴും മാറ്റിയടിക്കുക. ദിസ് വാസ് മൊബൈൽ. This was not a permanent structure. Yes, hallelujah. എന്നിട്ട് പോലും ദൈവത്തിന്റെ നിയമമാണ് ഇതിന്റെ ചുറ്റും വേണം ദൈവജനം വസിക്കുക. Hallelujah. 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 And God created structures for them. എങ്ങനെയാണ്? കാരണം മനുഷ്യന് പാപപരിഹാരമായിട്ടില്ലല്ലോ, യേശുവിൻ്റെ യാഗമായിട്ടില്ലല്ലോ. അന്നേരവും മനുഷ്യൻ പാപിയല്ലേ. ദൈവത്തിൻ്റെ ഉടമ്പടി ജനമാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണെങ്കിലും അവർക്കിങ്ങനെ നേരെ ദൈവസന്നിധിയിലേക്ക് അങ്ങ് കയറി ചെല്ലാനായിട്ട് പറ്റത്തില്ല. ബിക്കോസ് പാപം ഈ ദൈവവുമായിട്ട് അവരെ വേർപിരിക്കുന്ന ഒരു പ്രത്യേക സിസ്റ്റത്തിൻ്റെ അകത്താണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ നാം കാണുന്ന കാര്യങ്ങളെല്ലാം ഒരു നിഴലായിരുന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ അതിൻ്റെ പൂർത്തീകരണം നാം കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലെന്നേക്കുമായി നമുക്ക് വേണ്ടി പാപത്തിന് യാഗമായി തീർന്നു. പക്ഷേ ഇത് ദൈവം ഒരു നിഴലായി അവർക്ക് കൊടുത്തു. മാറ്റിയടിച്ച് കാലക്രമേണ അല്ലേ എല്ലാം ഒരു സിസ്റ്റമായി മാറി, ട്രഡീഷനായി മാറി. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ നമ്മൾ കാണുന്നത് ജഡ്ജസ്, ബുക്ക് ഓഫ് ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ആ സമയം വന്നപ്പോഴത്തേക്കിന്, അപ്പം ഇതിനു മുമ്പ് ആവർത്തന പുസ്തകത്തിനകത്തൊക്കെ മോശയോട് ദൈവം ഹൃദയം തുറന്ന് കാര്യങ്ങൾ പറഞ്ഞു. സീ മോസസ്, വർഷിപ്പ് ഈസ് എ ബിഗ് തിങ് ഫോർ മീ. ഐ വാണ്ട് ടു കം ആൻഡ് ഡ്വെൽ ഇൻ യുവർ മിഡ്സ്റ്റ്. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒരു സ്ഥലം റെഡിയാക്കണം അല്ലേ? നമ്മുടെ ചർച്ച് ലാൻഡിലുള്ള ഓൾട്ടർ പ്രെയറിൽ ഞാൻ ആ ഒരു ഭാഗം പങ്കുവെച്ചായിരുന്നു. ഡ്യൂട്രോണോമി 12:25 ആണെന്ന് തോന്നുന്നു. ദൈവം അവരോട് പറഞ്ഞു, 12 നിങ്ങളൊരു സ്ഥലം കണ്ടുപിടിക്കണം അല്ലേ? അവിടെ സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു ആരാധനയുടെ ഇടം ഉണ്ടാക്കണം എന്നൊക്കെ ദൈവം പറഞ്ഞു. പക്ഷെ ജനം അതിനകത്തുനിന്നെല്ലാം മാറിപ്പോയി. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ കാലം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു കംപ്ലീറ്റ് കൺഫ്യൂഷനായിരുന്നു അവിടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവരെല്ലാം അങ്ങ് ദൈവത്തിൽ നിന്ന് വിട്ടുപോയി. അതിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യം വായിക്കാമോ? ജഡ്ജസ് ലാസ്റ്റ് ചാപ്റ്റർ ലാസ്റ്റ് വേഴ്സ്. ഈ വാക്യം പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. അന്ന് ദൈവജനത്തിൻ്റെ ഒരു അവസ്ഥ ഏറെക്കുറെ ഇങ്ങനെയായി തീർന്നു. 21:25. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. രാജാവില്ല. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന്റെ രാജാവ് ആരാണ്? ദൈവമാണ്. അതിനകത്ത് ഒരു സംശയവുമില്ല. പക്ഷേ ആ ദൈവത്തെ രാജാവായി ഗ്രഹിച്ച് കീഴ്പ്പെട്ട് ജീവിക്കാൻ അറിയാൻ മേലാത്ത മനുഷ്യർക്ക് നിഴലായി ദൈവം പല ശുശ്രൂഷകന്മാരെ കൊടുത്തു. അവർക്ക് രാജാവില്ലാതെ പോയതുകൊണ്ട് അവരുടെ മേലൊരു സ്വാധീനവും അധികാരവും ചെലുത്തി അവരെ ആ വഴിയിൽ നടത്താൻ ഒരാളില്ലാതെ പോയതുകൊണ്ട് അല്ലേ? അത് ന്യായാധിപന്മാരുടെ കാലഘട്ടമായിരുന്നു. രാജാക്കന്മാരില്ലാതെ പോയത് കൊണ്ട് എന്ത് പറ്റി? ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. അത് തന്നെ. ഓരോരുത്തനും ദൈവജനമാണെങ്കിൽ പോലും അവരെന്ത് ചെയ്തു? തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. They had no rules and regulations for that matter. What to do, what not to do, how to do. Everyone did what was right in his own eyes. അവനവൻ്റെ കണ്ണുകളിൽ ശരി എന്ന് തോന്നുന്നത് ചെയ്ത് മനുഷ്യർ നാനാവിധമായി ജീവിച്ച ഒരു കാലഘട്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നും ഓർക്കണം, മോശയുടെ കൂടാരത്തിൽ ആരാധനകൾ നടക്കുന്നുണ്ടെങ്കിലും എല്ലാം ഒരു വഷളത്വത്തിലേക്ക് പോയി. ഇത് കഴിഞ്ഞ് 1 ശമൂവേലിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ആ സമയത്തെ പുരോഹിതൻ ആരായിരുന്നു? ഏലി പുരോഹിതൻ നല്ലൊരു പുരോഹിതനായിരുന്നെങ്കിലും അല്ലേ, കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് തൻ്റെ കുടുംബത്തില് മക്കള് അല്ലേ, ഹിസ് സൺസ്, ആ പ്രീസ്റ്റ്ലി ഓഫീസ്, പൗരോഹിത്യം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന അവരെന്തു പറ്റി? ഏലിയുടെ മക്കളെ കുറിച്ച് ഞാനതൊന്നും വിവരിച്ചു പോകുന്നില്ല.
വഷളത്വത്തിലേക്ക് പോയി. ആരാധനയോടുള്ള ബന്ധത്തിൽ തന്നെ, സമാഗമന കൂടാരത്തിനകത്തുള്ള ആരാധനയോടും യാഗങ്ങളോടുമുള്ള ബന്ധത്തിൽ തന്നെ അവർ വഷളത്വത്തിന്റെ അകത്തേക്കും പാപത്തിന്റെ അകത്തേക്കും നീങ്ങിപ്പോയി. ഹല്ലേലൂയ. ഈ മക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്ത, സ്വാധീനം ചെലുത്തുവാൻ കഴിയാത്ത ഒരു പുരോഹിതൻ അവിടെ വിഷമിക്കുകയാണ്. അപ്പൊ രാജാവ് ഓൾറെഡി ഇല്ല. പുരോഹിതന്റെ അവസ്ഥ ഇതാണ്. പ്രവാചകനെ അന്ന് വരെ ഇസ്രായേൽ മക്കൾ കണ്ടിട്ടില്ല. ആരായിരുന്നു ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രവാചകൻ? അപ്പൊ ശമൂവേലിന് വേണ്ടി ഒരു അമ്മ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. 1 ശമൂവേൽ എത്തിയപ്പം. ഹല്ലേലൂയ, 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 ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഇത് മൂന്നും എനിക്ക് അങ്ങോട്ട് പോകാൻ ഇപ്പം നമുക്ക് സമയമില്ല, പക്ഷെ അതൊന്ന് എഴുതിയെടുത്തോ. ഡ്യൂട്രോണോമി, ആവർത്തനം, അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 18-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വരെ വായിക്കുമ്പോൾ സീനായി പർവ്വതത്തിൽ വെച്ച് ദൈവം മോശയോട് ചെയ്ത ഉടമ്പടി പ്രകാരം ഈ 3 ഓഫീസിലുള്ള ആൾക്കാര് ദൈവജനത്തിന്റെ നടുവിൽ ശുശ്രൂഷിക്കാൻ ഉണ്ടായിരിക്കണമെന്ന് ദൈവം ഒരു പദ്ധതി ഇട്ടായിരുന്നു. ആരൊക്കെയാ? പ്രവാചകൻ, പുരോഹിതൻ, രാജാവ്. അവരെ അഭിഷേകം ചെയ്ത് ദൈവത്തിന്റെ ജനത്തെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ 3 ഓഫീസിലുള്ള ആൾക്കാർ നിന്ന് പ്രവർത്തിച്ചാൽ ഇവരെ മര്യാദയ്ക്ക് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നത്. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതങ്ങോട്ട് സെറ്റപ്പ് ആയിട്ടില്ല ദൈവജനത്തിന്റെ നടുവിൽ. രാജാവ് അവർക്കില്ല, പൗരോഹിത്യമുണ്ടായിരുന്നു, പക്ഷെ അവർ വഷളത്വത്തിനകത്തേക്ക് നീങ്ങിപ്പോയി. പ്രവാചകൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്ക് അന്ന് വരെ ആരും കടന്നു വന്നിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഒത്തിരി ഞാൻ വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ ആരാണ് പ്രവാചകൻ. കണ്ണാണ്. ദൈവത്തിൽ നിന്നും കേട്ട് അതതുപോലെ ജനത്തെ അറിയിക്കുന്നവനാണ് പ്രവാചകൻ. ഹല്ലേലൂയ. രാജാവിനും പുരോഹിതനും പോലും ദൈവത്തിന്റെ ആലോചനകളെ കൊണ്ടെത്തിക്കുന്നവനാണ് ഒരു പ്രവാചകൻ. അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഇത് 3 കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു. അതൊരു വലിയ ബൈബിൾ സ്റ്റഡിയാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആരാണ് ഒരു പുരോഹിതൻ? ദൈവത്തിൻ്റെയും മനുഷ്യന്റെയും നടുവിൽ നിന്ന് യാഗങ്ങൾ അർപ്പിച്ച് മനുഷ്യന് വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്നവനാണ് പുരോഹിതൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാഗങ്ങളെ അർപ്പിക്കുകയും മധ്യസ്ഥത അണയ്ക്കുകയും അല്ലേ. അപ്പൊ ദൈവത്തിൽ നിന്നും കേട്ട് ജനത്തോട് പറയുന്നത് പ്രവാചകൻ. ജനത്തിന്റെ ആവശ്യങ്ങളെ അവരെ പ്രതിനിധീകരിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്നവൻ പുരോഹിതൻ. ആരാണ് രാജാവ്? അധികാരമുള്ളവൻ. ഹല്ലേലൂയ. The one who has authority in all the realms. ഈ അധികാരം എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു കോളേജിലോ ഒരു സ്കൂളിലോ ഒരു ഗവൺമെൻറ് ഓഫീസിലോ നമ്മൾ കയറി ചെല്ലുക അല്ലേ. നമുക്ക് പല കാര്യങ്ങളും അവിടെ ചെയ്യണമെന്നും പറയണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. അല്ല, പോലീസ് സ്റ്റേഷനിൽ തന്നെ ആയിക്കോട്ടെ, ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മളങ്ങോട്ട് കയറി ചെന്നു. പക്ഷെ അവിടെ കസേരകളുണ്ട്. ഹല്ലേലൂയ. മുറികളുണ്ട്, കസേരകളുണ്ട്, ടൈറ്റിലുകളുണ്ട്. ആരാരാണെന്നും ആർക്കാണ് അധികാരമെന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവര് പറയുന്നത് അവിടെ നടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായവർ ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ആമേൻ. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ആത്മമണ്ഡലത്തിൽ, സകല മണ്ഡലങ്ങളെയും ഭരിക്കുന്ന ആത്മമണ്ഡലത്തിൽ ദൈവം നമ്മെ രാജാക്കന്മാരാക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ഒരു അധികാരത്തെ നൽകി സകലത്തിൻ്റെയും മീതെ
കർത്തൃത്വം നാം നടത്തണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അത് ഭൗതിക തലത്തിലും ആത്മീക തലത്തിലുമൊക്കെ രാജാക്കന്മാരെന്നുള്ള പദവിയിലേക്ക് ദൈവജനമായി തീരണം. കാരണം അധികാരമുള്ളവന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന ചിലതുണ്ട്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ദാനിയേൽ പ്രവചിച്ചു അല്ലേ? യെരമ്യാവ് പ്രവചിച്ചു. ദാനിയേൽ, ആ ഭാഗം എല്ലാവർക്കും അറിയാവുന്നത് ഞാൻ പെട്ടെന്ന് വിട്ടുപോവുക. ബാബിലോണിയൻ അടിമത്വത്തിന്റെ അകത്ത് കിടക്കുമ്പോൾ അവിടെ യെരമ്യാവിന്റെ ചുരുളുകൾ എടുത്ത് വായിച്ചു. 70 വർഷം കഴിയുമ്പോൾ ഇസ്രായേൽ മക്കളെ വിട്ടയക്കുവാൻ സമയമായി. അത് വായിച്ച ദാനിയേൽ തന്നെത്താൻ പ്രാർത്ഥിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. 21 ദിവസം താൻ ഉപവാസത്തോടെ ആയിരുന്നു. തൻ്റെ പ്രാർത്ഥന മുഖാന്തരം ആത്മമണ്ഡലങ്ങൾ ചലിക്കുവാനായിട്ട് തുടങ്ങി. ദൂതന്മാർ ഇളകി, ഉത്തരവുമായി ദൂതന്മാർ കടന്നു വന്നു. എന്നാലും ആക്ഷരീകമായി ഇവരെ വിട്ടയക്കണമെങ്കിൽ വേറെ ഒരാളും കൂടെ അവിടെ ചലിക്കണമായിരുന്നു. അതാരായിരുന്നു? കോരേശ് രാജാവ്. ഹല്ലേലൂയ. ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തൻ്റെ കിടക്കയിൽ ഉറങ്ങാൻ കഴിയാതെ വണ്ണം ഒരു ജാതീയനായ രാജാവ്, ഹല്ലേലൂയ ഹല്ലേലൂയ, ജാതീയനായ ഒരു രാജാവ്. അവിടെ ദൈവമക്കളായ നമുക്ക് പോലും അങ്ങനത്തെ പദവികൾ ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. അല്ല, ആത്മമണ്ഡലത്തിൽ നാം സ്വാധീനം ചെലുത്തിയാൽ പോലും രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കൈകളിലാണ്. ഹല്ലേലൂയ. രാത്രിയിൽ തൻ്റെ കിടക്കയിൽ കിടന്നുറങ്ങാൻ കഴിയാതെ വണ്ണം താൻ എഴുന്നേറ്റിരുന്ന ഒരു വലിയ പ്രസ്താവന നടത്തി. വിട്ടയക്ക്, ബാബിലോണിയൻ അടിമത്വത്തിൽ നിന്നും ദൈവജനത്തെ വിട്ടയക്ക്. ഇതാ അവർക്ക് ആലയത്തെ പണിയുവാനുള്ള സമയമായി കഴിഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു പ്രവാചകനും ഒരു പുരോഹിതനും ഒരു രാജാവും കൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഹല്ലേലൂയ ആത്മമണ്ഡലത്തിലും ഭൗതിക തലത്തിലും ദൈവപ്രവർത്തികൾ ഉളവായി വരുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. 1 ശമൂവേലിലേക്ക് നമ്മൾ വരാം. ദാവീദ് അല്ലേ? ഇന്ന് ദാവീദിനെ കുറിച്ച് പറയാനുണ്ട്, യേശുവിനെ കുറിച്ച് പറയാനുണ്ട്, പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ട്. എവിടം വരെ എത്തും എന്ന് എനിക്കറിയത്തില്ല. ദാവീദിന്റെ കൂടാരം എന്നുള്ളൊരു വിഷയം ചിന്തിച്ചതിനോടുള്ള ബന്ധത്തിലാണ് കർത്താവിനെ ഈ വിഷയങ്ങൾ കാണിച്ചത്. 1 ശമൂവേലിൽ ഹന്ന പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് പറയുകയാ, നിങ്ങളുടെ ഏറ്റവും വലിയ വേദനയ്ക്കകത്ത്, ഹല്ലേലൂയ, അതിനകത്തുനിന്ന് ചില വാഗ്ദത്തങ്ങളെ ഉളവാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ആ വേദനയുടെ ആഴം വർദ്ധിക്കുമ്പോൾ എൻ്റെ ദൈവമേ, ഞാനിത് വിട്ടിട്ട് പോകുക, എനിക്ക് താങ്ങാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. ഇറ്റ് ഈസ് എ ഗോഡ്ലി പ്രൊവോക്കേഷൻ ഇൻ യുവർ ലൈഫ്. ഹല്ലേലൂയ. സ്നേഹിക്കാൻ ഒരു ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നു. നിനക്ക് എന്തിനാ മോളെ മക്കള്, ഞാൻ മതി. 10 മക്കൾക്ക് തുല്യമായ സ്നേഹം തരുന്ന ഒരു ഭർത്താവ് നിനക്കുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടും അനേക നാളുകൾ ആ ആശ്വാസത്തിൽ ജീവിച്ച ഹന്ന ഒരു പ്രത്യേക സമയം വന്നപ്പോൾ അവൾക്ക് ഇരിക്കാനും നിൽക്കാനും വയ്യ. ഹല്ലേലൂയ. എല്ലാവരും സന്തോഷിക്കുന്നതിൻ്റെ അകത്ത് അവൾക്ക് സന്തോഷമില്ല. പക്ഷെ അവൾ ഡിപ്രഷന്റെ അകത്തോട്ട് പോയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. That is not an excuse for you to go into depression. Hallelujah. It is a godly provocation in your life. നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില ദൈവിക വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിന്ന് കരയുവാൻ, വിലപിക്കുവാൻ, മല്ലിടുവാൻ വേണ്ടി ദൈവം നിങ്ങളെ വിളിക്കുക. ഹല്ലേലൂയ. ഹന്നയുടെ ജീവിതം ഇസ്രായേൽ കണ്ടിട്ടുള്ള പ്രവാചകന്മാരിൽ ഏറ്റവും വലിയ പ്രവാചകൻ ജനിക്കുവാൻ വേണ്ടിയുള്ള വേദനയാ അവൾക്ക്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ ഇതാ ദൈവത്തെ കേൾക്കുന്ന ഒരു പ്രവാചകൻ ആ തലമുറയിൽ ഉളവായി. ഹല്ലേലൂയ. എന്നാലും ദൈവത്തിൻ്റെ പദ്ധതിയും സ്നേഹവും ഓർക്കണേ. ആ ഏലി പുരോഹിതൻ കൊള്ളത്തില്ല എന്ന് നമ്മൾ പറയുന്ന ഏലി പുരോഹിതന്റെ കീഴിൽ തന്നെ നിന്ന് വളരുവാൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വഴിയാത്. ഹല്ലേലൂയ. If only we understand the culture of deep honor and respect in the kingdom of God. Hallelujah. Hallelujah. Amen. ഏലി ഓരോ പ്രാവശ്യമല്ലേ, ഞാൻ ഇത് പറഞ്ഞ് നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടായിരിക്കും, ഓരോ പ്രാവശ്യവും
ആലയത്തിനകത്ത് അമ്മ കൊണ്ടുവിട്ടു. ഇവിടെ വളർന്നോ മോനെ, ഇവിടെ വളർന്നാൽ ദൈവശബ്ദം കേൾക്കാൻ ഒരു കഴിവ് നിന്നിൽ ഉളവാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഓരോ പ്രാവശ്യവും ഈ ദൈവ മനുഷ്യൻ മോനെ ഇങ്ങോട്ട് വാന്ന് പറയുമ്പോൾ അല്ലേ, അല്ലെങ്കിൽ ശമുവേൽ ശമുവേൽ എന്ന് വിളിക്കുമ്പം എന്തോ അപ്പച്ചാ, പിള്ളേരെല്ലാം പറഞ്ഞേ എന്തോ അപ്പച്ചാ പറഞ്ഞേ, ഏ ബേട്ടാ ശമുവേൽ ബോലോ എന്തോ അപ്പച്ചാ, എന്താ പപ്പാ ബോലോ, യെസ് യെസ്. ഇപ്പൊ പിള്ളേരെ കണ്ടിട്ടുണ്ടോ, 3 പ്രാവശ്യം വിളിച്ചാലേ അവര് എന്ന് പറയത്തുള്ളൂ. നമ്മുടെ ഒക്കെ തൊണ്ട പോവുക. കാരണം വീടൊക്കെ 2 നിലയായല്ലോ. 1 നിലയായിരുന്നപ്പോ ഇത്രയും പ്രോബ്ലം ഇല്ലായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും മുറിയായി, മൊബൈലായി, സൗകര്യങ്ങളായി. അതുകൊണ്ട് എന്തുവാ, എത്ര പ്രാവശ്യം വിളിക്കണം കേൾക്കണമെങ്കിൽ? മക്കളെ പറ, 3 വിളിക്കണോ? അത് ഞാൻ വെറുതെ ഒരു നെഗറ്റീവ് ഉദാഹരണം പറഞ്ഞതാ. ഒറ്റ പ്രാവശ്യം വിളിച്ചാ മതി. പറഞ്ഞേ, ഒറ്റ പ്രാവശ്യം വിളിക്കുമ്പോ നമ്മൾ എന്തോ വേണം? ക്യാ ബോലേഗാ? വിളി കേൾക്കണം, ഇല്ലേ മോനെ? അങ്ങനെ വിളി കേട്ട് പരിചയിച്ചോണ്ട് എന്തു പറ്റി ശമൂവേലിന്? ആരുടെ ശബ്ദം കേട്ടു? ദൈവശബ്ദം കേട്ടു. ഇത് ദൈവത്തിന്റെ വഴിയാ. ഹല്ലേലൂയ, ഇത് ദൈവത്തിന്റെ വഴിയാ, ഇത് ദൈവത്തിന്റെ വഴിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, എന്തോരം പാഠങ്ങൾ ഇതിനകത്തൊന്ന് പഠിക്കാനുണ്ട്. ആ അമ്മ കൊണ്ടുവിട്ടതാ. ഓ, ഇയാൾക്ക് ഇയാളുടെ പിള്ളേരെ തന്നെ വളർത്താൻ അറിയത്തില്ല. അന്നേരം ഇയാൾ എൻ്റെ കൊച്ചിനെ വളർത്തുന്നതെന്ന് അമ്മ ചിന്തിച്ചോ? അങ്ങനെയൊക്കെ നമ്മളിപ്പം നമ്മുടെ ആത്മീയതയുടെ നിലവാരമൊക്കെ കൂടി, അറിവും വിവരവും ഒക്കെ കൂടി നമ്മൾ അങ്ങനെ സംസാരിക്കുന്നേ. ദൈവത്തിന്റെ അഭിഷിക്തന്മാരുടെ നേരെ ഹല്ലേലൂയ, എന്ത് ലാഘവമായിട്ടാ ഓരോ പാസ്റ്റർമാരെ കുറിച്ചൊക്കെ. അതിന് അവരുടെ പ്രസംഗം കൊള്ളത്തില്ല, അഭിഷേകമില്ല, ദൈവസാന്നിധ്യം കൊള്ളത്തില്ല, പറയരുത്. നിങ്ങളുടെ പാസ്റ്റർ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മളെ കുത്തി രക്തം പുറത്തിറക്കിയവരെ കുറിച്ച് പോലും പാസ്റ്റർ ഒരു വാക്ക് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദൈവം അഭിഷേകം ചെയ്ത ഒരു വ്യക്തിയുടെ വില. ഹല്ലേലൂയ. അവിടെ നിന്ന് കേട്ട് അനുസരണം പഠിച്ചു. ദൈവശബ്ദം കേൾക്കുവാൻ അവനിടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രവാചകൻ ഉളവാകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോട്ടെ, ദാവീദിലേക്ക് വരികയാ. ആദ്യത്തെ രാജാവായി ആൾക്കാർ ആവശ്യപ്പെട്ടപ്പോൾ ശൗലിനെ ദൈവം കൊടുത്തു. പക്ഷെ ശൗലിന് എന്തുവായിരുന്നു? ഇച്ചിരി പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്തുവായിരുന്നു? അങ്ങ് പോട്ടെ, വേറെ ഒന്നും പറയണ്ട. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമായിരുന്നില്ല എന്ന് മാത്രം നമുക്ക് പറയാം. എന്നാലും ദാവീദും ശൗലും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാമല്ലോ. ബഹുമാനത്തിൻ്റെ ആഴമേറിയ സംസ്കാരം നാം അവിടെ കാണുന്നു. ഹല്ലേലൂയ. ശൗലിനെ പോലെ ഒരാളുടെ കൂടെ നിന്ന് അല്ലേ, ജീവനെടുക്കാൻ കൊല്ലാൻ അവസരം കിട്ടിയപ്പോൾ പോലും യഹോവയുടെ അഭിഷിക്തനായതുകൊണ്ട് ഇദ്ദേഹത്തെ തൊടുവാൻ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്നു ദാവീദ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഒരു ഭയങ്കര ടീം റെഡിയായിക്കൊണ്ടിരിക്കുക അല്ലേ. പ്രവാചകനായ ശമൂവേൽ വളർന്നു വരുന്നു. ശമൂവേൽ ഒന്ന് റെഡിയായി കഴിഞ്ഞപ്പോൾ, അത് ശ്രദ്ധിക്കണേ, ദൈവം ഇങ്ങനെ കുഴപ്പമായി, ദൈവപ്രവർത്തികൾ ഇല്ലായ്മയായി, ദൈവഹിതത്തിൻ്റെ അകത്തുനിന്ന് കാര്യങ്ങൾ മാറിക്കിടക്കുമ്പോൾ ദൈവം ആദ്യം റിസ്റ്റോർ ചെയ്യുന്ന ഒരു ഓഫീസ് ഏതാണെന്നറിയാമോ? പ്രവാചകന്റെ ഓഫീസാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം കണ്ണാണ് അല്ലേ, എങ്ങോട്ട് പോകണം, കാര്യങ്ങൾ ഉള്ളതുപോലെ ഒന്ന് കണ്ട് എങ്ങോട്ട് പോകണമെന്നറിയണമെങ്കിൽ ആദ്യം കണ്ണ് തുറക്കണം.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം കാണുന്നത് പോലെ ചിലതിനെ കാണുവാനും അതിനെ വിളിച്ചു പറയുവാനുമുള്ള ആ ഒരു ഓഫീസിനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തി. അതിനുശേഷം ഈ പ്രവാചകനെ എങ്ങോട്ട് വിട്ടു? ശൗലിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഒരു ദാവീദിനെ അന്വേഷിച്ചുള്ള യാത്രയ്ക്ക് ഈ പ്രവാചകൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ദൈവം പറഞ്ഞു, എനിക്ക് നിന്നെ വേണം, നിന്നെ എനിക്ക് കൂട്ടിന് വേണം. എൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരുവനെ, രാജസ്ഥാനത്തിരുത്തുവാൻ കഴിയുന്ന ഒരുവനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് നിന്നെ വേണം. ഞാൻ കാണുന്നത് പോലെ കാണുന്ന ഒരുവനെ എനിക്ക് വേണം. അഭിഷേക തൈലവുമായി, ആ കൊമ്പുമായി നീ എൻ്റെ കൂടെ വരണം. ഹൈറ്റും വെയിറ്റും സൗന്ദര്യവും പ്രാഗൽഭ്യവും വാക്ചാതുര്യവും ഉള്ളവരെ കണ്ട് ഇവനെ അഭിഷേകം ചെയ്ത് തെരഞ്ഞെടുത്തേക്കാം എന്ന് പറയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. മനുഷ്യർ പുറമേ ഉള്ളത് കാണുമ്പോൾ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവം അത്രേ നമ്മുടെ ദൈവം. ഈശായിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഓരോ മക്കളെ നിർത്തുക, ഒരുത്തനെ അവിടെ വിളിച്ചു പോലുമില്ല. അവൻ ആവശ്യത്തിന് ഹൈറ്റ് ഇല്ലാത്തോ. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇവരാരുമല്ല, ഒരുത്തനും കൂടെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന പ്രവാചകന്മാർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. The accuracy and the boldness, hallelujah, in prophetic ministry. ഇവനെ കണ്ടു കഴിഞ്ഞാൽ പുറമേ അപ്പന് പോലും പ്രാഗൽഭ്യമുണ്ടെന്ന് തോന്നാത്ത ഒരുത്തനെ പിടിച്ച് രാജസ്ഥാനത്തിലേക്ക് അവനെ അഭിഷേകം ചെയ്യുന്ന ആ തൈലക്കം പൊഴിച്ച് അവനെ ആ പ്ലേസിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ഒരു നീണ്ട യാത്ര അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എങ്കിലും ദൈവം ഒരു രാജാവിനെ ഇസ്രായേലിൽ കണ്ടെത്തി. ഹല്ലേലൂയ. ചുരുക്കി പറയട്ടെ, രാജസ്ഥാനത്ത് ദാവീദ് എത്തിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് തൻ്റെ ഹൃദയത്തിനകത്ത് ആദ്യം ഞാനൊന്ന്, ഇത്രയും നാൾ ഓട്ടമായിരുന്നു, ഇനി എന്തോ വേണം, ഞാനൊന്ന് ഒത്തിരി ഓടിക്കഴിയുമ്പോൾ നമ്മൾ എന്തുവാ ചെയ്യുന്നേ? റിലാക്സ് അല്ലേ? ഇത്രയും നാൾ ഓട്ടമായിരുന്നു, ഇനിയിപ്പം ഞാനൊന്ന് സ്വസ്ഥമായിട്ട് ഇപ്പോഴാണ് എനിക്കൊരു വീടായത്. ഇത്രയും നാൾ ശൗല് പുറകെ ഓടിക്കുമല്ലായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് നാളൊക്കെ ഞാനൊന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് ആസ്വദിച്ച ജീവിതമൊക്കെ, എനിക്ക് ആരോഗ്യം പോലും നഷ്ടപ്പെട്ടിരിക്കുക. ജിമ്മിലൊക്കെ ഒന്ന് പോയി അല്ലേ, ഫുഡൊക്കെ ഒന്ന് ക്രമീകരിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് പിന്നെ ഇവരെല്ലാം പിടിച്ചടക്കണം. ഇവിടെ എല്ലാം എൻ്റെ പേരായിരിക്കണം. അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തുണ്ടായിരുന്നു. എങ്കിലും ദാവീദിന്റെ ഹൃദയം ആദ്യം ആഗ്രഹിച്ചത് എന്താ? ഹല്ലേലൂയ. അധികാരം അവന്റെ കയ്യിൽ ഇല്ലാത്തിടത്തോളം കാലം അവൻ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ഇസ്രായേൽ മക്കൾ എല്ലാവരും കൂടെ വന്ന് അംഗീകരിച്ചു, അതെ, ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന രാജാവാണ് നീ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യമേ അയ്യോ, മോശയുടെ കൂടാരത്തിന്റെ അകത്തുനിന്ന് പെട്ടകമെന്നേ അടിച്ചോണ്ട് പോയി കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിക്കുന്ന പെട്ടകം മോശയുടെ കൂടാരത്തിന്റെ അകത്തുനിന്ന് ശത്രു അടിച്ചോണ്ട് പോയിട്ട് നാളുകളായി ആരും അറിഞ്ഞിട്ട് പോലുമില്ല. എന്നും നടക്കുന്നത് പോലെയുള്ള പ്രാർത്ഥനയും ആരാധനയും യാഗങ്ങളും എന്നും ആ കൂടാരത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ട്രഡീഷനായി പോയി. മടുപ്പ് വന്നു, ക്ഷീണം വന്നു, പിന്മാറ്റം വന്നു. ആർക്ക് പോയി? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവത്തിന് പോയി. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞു, എന്തുവാ, ആര് സഭയെ പണിയുമെന്ന് പറഞ്ഞു? ഒരു പാസ്റ്ററിനെയും ദൈവം അത് പൂർണ്ണമായി ഏൽപ്പിച്ചിട്ടില്ല. ഒരു അപ്പോസ്തോലനെയും ഒരു പ്രവാചകനെയും ദൈവം അത് ഏൽപ്പിച്ചിട്ടില്ല. അവൻ പിന്മാറിപ്പോയാലും, ദൈവത്തിന്റെ വഴികളിൽ നിന്നും മാറിപ്പോയാലും, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ശയിക്കുകയില്ല. ഹല്ലേലൂയ. അതുപോലെ തന്നെ താൻ വിളിച്ച് വേർതിരിച്ച ഉടമ്പടി ജനമായ ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ വഴികളിൽ നിന്ന് വിട്ടുപോയി, അന്യ ആരാധനകളിലേക്ക് പോയി, മ്ലേച്ഛതയിലേക്ക് പോയി.
വ്യഭിചാരത്തിൻ്റെ അകത്തേക്ക് പോയി. ആരാധന ആലയത്തിൽ നിന്നും വിട്ടുപോയി, ദൈവസാന്നിധ്യം വിട്ടുപോയി. അതിനെ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പരിപാടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ സമയമില്ല, പക്ഷെ ഞാൻ ചുരുക്കി പറയുക, ഈ പ്രോഫറ്റിൻ്റെയും പ്രവാചകന്റെയും പുരോഹിതന്റെയും രാജാവിൻ്റെയും ഒക്കെ ശുശ്രൂഷകൾ ചേർന്ന് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ഒന്നാമതായിട്ടും ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആരാധന യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. In a way you can say that is the purpose for which God has raised up these ministries. Amen. Hallelujah. Amen. Hallelujah. കാരണം ആരാധന സ്വർഗത്തിൽ നടക്കുന്നത് പോലെയുള്ള ആരാധന ഭൂമിയിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹിതം അതിന്റെ പിന്നാലെ ഒഴുകിപ്പൊക്കോളും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. സി, സ്വർഗം തുറന്ന് ദൈവം കാണിച്ചു കഴിഞ്ഞാൽ, ദൈവം സ്വർഗത്തിന്റെ കാഴ്ചകൾ കാണിച്ചു കഴിഞ്ഞാൽ ആദ്യം മനുഷ്യർ കാണുന്ന എന്തുവാന്നറിയാമോ? എന്തുവാ സ്വർഗത്തിൽ നടക്കുന്നേ? സ്വർഗത്തിൽ എന്തുവാ നടക്കുന്നേ? ആരാധന. ഇപ്പൊ ഇവിടെ ഒരാൾ അങ്ങ് സ്ലെയിനായി അങ്ങ് സ്വർഗത്തിലേക്ക് ദൂതന്മാരങ്ങ് കൊണ്ടുപോയി എന്ന് വിചാരിക്ക, എന്തുവാ നമ്മൾ അവിടെ കാണുന്നേ? ആരാധന. പഴയ നിയമത്തില് പ്രവാചകൻ ഐസയ 6-ാം അധ്യായം, പുതിയ നിയമത്തിലെ കാര്യമോ വെളിപ്പാടിലെ കാര്യം മാത്രമല്ല, 6-ാം അധ്യായത്തിൽ എന്തുവാ കണ്ടത്? വാട്ട് ഡിഡ് ഹി സീ ഇൻ Isaiah 6? വാട്ട് ഡിഡ് ഹി സീ? Isaiah 6. Hallelujah. Can you imagine? ഇങ്ങനെ നിർത്താതെ ഒരുപാട് ശുശ്രൂഷകൾ ഉണ്ടെങ്കിലും നിർത്താതെ സ്വർഗത്തിൽ ഒരു കാര്യം അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക. അതെന്തുവാ? ആരാധന. അതൊരു പ്രധാനപ്പെട്ട വിഷയല്ലേ അത്? അല്ലേ? ഇപ്പൊ പാസ്റ്റർ ഇവിടെ അങ്ങ് പ്രഖ്യാപിക്കുവാന്ന് വിചാരിച്ചു, ഇവിടെ നാളെ മുതല് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വേറെ ഒരു ആക്ടിവ്, സൺഡേ സ്കൂളും ഇല്ല, യൂത്ത് ഗ്രൂപ്പും ഇല്ല, കഞ്ഞിയില്ല. കഞ്ഞി വേണം, പിന്നെ എന്താ ബാക്കി ഇതുപോലത്തെ വലിയ പ്രസംഗങ്ങളോ പ്രകടനം ഒന്നുമില്ല. ഇവിടെ ഫുൾ ടൈം വർഷിപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രെയർ ഉണ്ട്, അല്ലേ, ഇന്റർസെഷൻ ഉണ്ട്, പ്രൊഫസി ഉണ്ട്, എല്ലാം ഉണ്ട്. ആ Isaiah 6 നോക്കിക്കേ, പഴയ നിയമമാണ്, പഴയ നിയമ പ്രവാചകനാണ്. എന്നാലും സ്വർഗത്തിലേക്ക് ഇതൊരു വൺ ടൈം. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ കണ്ട ഒരു കാഴ്ച മാത്രമല്ല, ഇത് സദാകാലമായി എന്നുമെന്നേക്കും ആദി മുതൽ നിത്യതയോളം സ്വർഗമെന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു കാര്യം. എന്താണ്? ആരാധന. ആരാധന. ആ ഭാഗം ജസ്റ്റ് ഒന്ന് വായിക്കാമോ? Isaiah 6. സാറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. ഇത് കണ്ടോ? ഇത് ആരാ? ഇത് നമുക്ക് തോന്നും വെളിപ്പാട് പുസ്തകം റെഫറൻസ് ഇല്ലാതെ വായിക്കുവാണെങ്കിൽ നമുക്ക് തോന്നും ഇത് റെവലേഷൻ ആണോ വായിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും, അല്ലേ? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ നാളുകൾക്ക് മുൻപ് സ്വർഗത്തിന്റെ ഒരു ഗ്ലിംസ് കിട്ടിയപ്പോൾ ഉടനെ എന്തോ അവിടെ കണ്ടത്? 6 ചിറകുണ്ട്. ചിറകുള്ളതായി 2 കൊണ്ട് അവർ മുഖം മൂടി, അതെ, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. കണ്ടോ? ഈ സെയിം ആക്ടിവിറ്റിയാണ് അവിടെ നടക്കുന്നത്. എന്നിട്ട് ഒരുത്തനോട് ഒരുത്തൻ, ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. മതി. ഇത് കണ്ടോ? ഇദ്ദേഹം അങ്ങ് പോയി. and he is seeing this same thing. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. This is an unending activity in heaven. Hallelujah, hallelujah. എന്നാൽ സ്വർഗത്തിൽ ആരാധന മാത്രമല്ല, ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ അവിടെയുണ്ട്. വാഴ്ചകൾ നടത്തുന്ന, അല്ലേ? നമ്മൾ കർത്താവിനോട് കൂടെ നിത്യത മുഴുവൻ ആരാധിക്കുക മാത്രമാണെന്ന് ചിന്തിക്കുന്നവരുണ്ടോ ഇവിടെ? നമുക്കൊത്തിരി പണിയുണ്ട്. വാഴ്ച നടത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. These are the 2 activities you do in heaven.
അവിടെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഊന്നൽ കൊടുത്ത് ദൈവം രാജാവായി ഇരിക്കുന്ന സിംഹാസനത്തിൻ്റെ ചുറ്റും നിരന്തരമായി നടക്കുന്ന ഒരു ആക്ടിവിറ്റി എന്തുവാണ്? ആരാധന, ആരാധന. ഹല്ലേലൂയ. അപ്പൊ ദാവീദിന്റെ കൂടാരം അല്ലേ, ദാവീദിന്റെ കൂടാരം, താൻ രാജ്യത്വം നടത്തിയ ആ 45 വർഷങ്ങൾ ഒരു പ്രോഫറ്റിക് വിൻഡോ പോലെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് ദാവീദിന്റെ കൂടാരത്തിന്റെ അകത്ത് നടക്കുന്ന ആരാധന. അവിടെ മറയില്ല. മോശയുടെ കൂടാരത്തിലും ഉണ്ടായിരുന്നു, ഇത് കഴിഞ്ഞു വന്ന ശലോമോന്റെ ദേവാലയത്തിലും എല്ലാം അതുണ്ടായിരുന്നു. പക്ഷെ ദാവീദ് ഒരു പുതിയ നിയമ ഭക്തന്റെ വിശ്വാസത്തിൽ വരും കാലങ്ങളിൽ ക്രിസ്തു മുഖാന്തരം പാപക്ഷമ പ്രാപിച്ച ദൈവജനം, ദൈവസഭ എങ്ങനെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആരാധിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ചിത്രം നമുക്ക് തുറന്ന് കാണിച്ചു തരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 ശമൂവേൽ നമ്മൾ വായിക്കുന്നു, താൻ കടന്നുപോയി നഷ്ടപ്പെട്ട പെട്ടകത്തെ തിരിച്ചു കൊണ്ടുവന്നു. സിയോൻ പർവ്വതത്തിന്റെ മേലിൽ ടെന്റ് ഉണ്ടാക്കി നേരത്തെ വെച്ച് ഇതിനെ അവിടെ കൊണ്ട് സ്ഥാപിച്ച് ഒരു മറയുമില്ലാതെ അതിൻ്റെ മുൻപിൽ ആരാധനകൾ നടക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഓർക്കണം, അന്ന് വരെ സ്വർഗത്തിൽ ഇങ്ങനെ ഒരു നിരന്തരമായ ആരാധനയുണ്ടെങ്കിലും മോശയുടെ കൂടാരത്തിൽ നടക്കുന്ന ആരാധനകൾ വേറെ ഒരു സ്റ്റൈലിലായിരുന്നു. അവിടെ പാട്ടില്ല. ഹല്ലേലൂയ. അവിടെ പാട്ടില്ലായിരുന്നു. അവിടെ യാഗങ്ങളെ അർപ്പിക്കും. പാപക്ഷമ ലഭിക്കുന്നവർ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലത്ത് വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ജനത്തെ റെപ്രസെന്റ് ചെയ്ത് കടന്നു പോകുമായിരുന്നു. അത്രയ്ക്ക് പേടിയായിരുന്നു, ഭയാനകമായിരുന്നു ദൈവസാന്നിധ്യം. കാരണം മനുഷ്യന്റെ പാപം ക്ഷമിച്ച് കിട്ടിയിട്ടില്ല. അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവുണ്ട്, അവൻ അർപ്പിച്ച യാഗത്തിനകത്ത് കേടുപാടുണ്ട് എങ്കിൽ അവൻ മരിച്ചു വീഴും. അങ്ങനെ ഒരു സിസ്റ്റമായിരുന്നു. അവിടെ ആരും നിന്ന് ഗിറ്റാർ അടിക്കുവോ, കീബോർഡ് അടിക്കുവോ, ഡ്രം അടിക്കുവോ, പാട്ട് പാടുവോ ചെയ്യുന്ന സിസ്റ്റം മോശയുടെ കൂടാരത്തിൽ ഇല്ലവേ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അങ്ങുമെങ്കിലും മിറിയാം തപ്പ് വെച്ച് പാട്ടുപാടി എന്നൊക്കെയുള്ള റെഫറൻസുകൾ ദെബോര പാട്ട് പാടിയതായിട്ടും അവിടെ ഇവിടെയും ഉണ്ടെങ്കിലും സമാഗമന കൂടാരത്തിൻ്റെ അകത്തും വർഷിപ്പ് ഓർഡറിനകത്തും പാട്ടെന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇൻസ്ട്രുമെന്റുകൾ അടിച്ച് പാട്ട് പാടുക എന്നൊരു സിസ്റ്റമേ മോശയുടെ കൂടാരത്തിനകത്തുണ്ടായിരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 ദിനവൃത്താന്തത്തിലേക്ക് നമുക്ക് വരാം. എന്നാൽ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരിക്കുന്ന ദാവീദിന് സ്വർഗത്തിൻ്റെ ചില കാഴ്ചകൾ പരിശുദ്ധാത്മാവ് കാണിക്കുകയും അതേ രീതിയിലുള്ള ആരാധന ഭൂമിയിൽ കൊണ്ടുവരണമെന്ന് ദൈവം അദ്ദേഹത്തോട് കൽപ്പിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. So there was a paradigm shift in the worship order. ദാവീദിന്റെ കാലത്തിൽ ആരാധന എന്ന് പറയുന്ന കാര്യത്തിനകത്തൊരു പാരഡൈം, അതിന്റെ കോണ്ടെക്സ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ, അന്നത്തെ ആ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കൾക്ക് ഇങ്ങനെ ഒരു കാര്യം അറിയത്തേ ഇല്ല. പാട്ട് പാടി വാദ്യങ്ങൾ അടിച്ച് ആരാധിക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റമേ അവർ കണ്ടിട്ടില്ല. ഇൻഫാക്ട് യാഗമർപ്പിക്കാൻ വരുന്ന മൃഗങ്ങളുടെ കരച്ചിലിന്റെ ധ്വനിയായിരുന്നു ആ കൂടാരത്തിന്റെ അകത്ത് കേൾക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ 1 ദിനവൃത്താന്തം അതിൻ്റെ 15ഉം 16ലുമാണ് ദാവീദ് എങ്ങനെയാണ് കൂടാരത്തിനകത്തുള്ള കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തത് എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് അവിടെ കഴിയുന്നുണ്ട്. 15-ാം അധ്യായം അല്ല 16 വായിക്കാമോ? 16 വായിക്കാമോ അങ്കിൾ? ഇങ്ങനെ അവർ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവന്നു. ദാവീദ് അതിനായിട്ട് അടിച്ചിരുന്ന കൂടാരത്തിനകത്ത് വെച്ചു. പിന്നെ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു. ദാവീദ് ഹോമയാഗവും സമാധാനയാഗങ്ങളും കഴിച്ച് തീർന്ന ശേഷം
ജനത്തെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. അവൻ ഇസ്രായേലിൽ ഓരോ പുരുഷനും സ്ത്രീക്കും ആളൊന്നിന് ഒരപ്പവും ഒരു ഖണ്ഡം ഇറച്ചിയും ഒരു മുന്തിരിക്കട്ടയും വീതം വിഭാഗിച്ചു കൊടുത്തു. അവൻ ഇസ്രായേലിന്റെ പെട്ടകത്തിന് അതിനുശേഷം ശ്രദ്ധിക്കണേ, ലേവ്യർ അന്ന് വരെ ചെയ്തിട്ടില്ലാത്ത ചില പുതിയ ശുശ്രൂഷകൾക്കകത്തേക്ക് ദാവീദ് അവരെ അപ്പോയിന്റ് ചെയ്യുക. ഹല്ലേലൂയ. സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ മനസ്സിൽ കുറച്ച് നാളും ജസ്റ്റ് ഇൻ ദ റീസെന്റ് പാസ്റ്റ് ആ പെട്ടകത്തെ കൊണ്ടുവരാൻ വേണ്ടാത്ത വിധത്തിൽ ശ്രമം നടത്തിയ ഒരാൾ അവരുടെയൊക്കെ കൺമുൻപിൽ മരിച്ചു വീഴുന്നത് അവർ കണ്ടതാ. അതാരായിരുന്നു? ഉസ്സ. ഈ ഭയങ്കര സംഭവം അവരുടെ മെമ്മറിക്കകത്ത് ഫ്രഷാണ്. അവർക്ക് പേടിയായി. എന്തുവാ പെട്ടകം എന്ന് പറയുന്ന സാധനം അവർക്ക് പേടിയാ. ഇതിനെ തെറ്റായി കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ മരിച്ചു വീഴും എന്നുള്ള ഒരു കാര്യമാണ് അവർ കണ്ടത്. പക്ഷെ നോക്കിക്കേ, നല്ല രീതിയിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അതിനെ വഹിച്ചു കൊണ്ടുവന്ന് വെച്ച് 4-ാം വാക്യത്തിൽ അവർ അന്ന് വരെ ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങൾ വായിക്കാമോ? അവൻ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ കണ്ടോ, ഇതൊരു ചെറിയ വാക്കാണെങ്കിലും ഒരു മറയുമില്ലാതെ യഹോവയുടെ പെട്ടകത്തിന്റെ തൊട്ട് മുൻപിൽ ലേവ്യർ നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഇതിന് അല്ലേ, മോശയുടെ കൂടാരത്തിൽ 1 മറ, 2 മറ, 3 മറ, അതിവിശുദ്ധ സ്ഥാനത്തിലാണ് ഈ പെട്ടകം വെച്ചിരിക്കുന്നത്. അതിനകത്തോട്ട് എത്തി നോക്കാൻ പോലും ഒരു മനുഷ്യർക്ക് കഴിയത്തില്ല. വർഷത്തിലൊരിക്കൽ സകല ആചാരങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് മഹാപുരോഹിതനെ അങ്ങോട്ട് കയറി പോന്നെ. അയാളുടെ കാലയിൽ ഒരു സാധനം കെട്ടിയിട്ടായിരുന്നു അങ്ങോട്ട് വിടുന്നത്. കാരണം മരിച്ചു വീണാൽ ഇവിടെ നിന്ന് അയാളെ വലിച്ച് പുറത്തോട്ടിറക്കണം. ആ സ്ഥാനത്ത് ദാവീദ് ചെയ്തത് നോക്കിക്കേ, ഇതൊരു പുതിയ നിയമ വിശ്വാസിയുടെ ഒരു ചിത്രമാണ്, സഭയുടെ ചിത്രമാണ്. നടുവിലുള്ള ആ മതിൽ ഇടിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. തിരശീല മാറിപ്പോയി. ഇന്ന് ഈ കർത്താവിനെ മുഖാമുഖം കണ്ട് ആരാധിക്കുവാൻ ദൈവം നമുക്ക് പദവി തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, എന്തുവാ ചെയ്തത്? അവൻ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും. These are completely, this is a completely new job description for the Levites. Amen. Hallelujah. ലേവ്യർ ഇങ്ങനത്തെ പണി ചെയ്തിട്ടേ ഇല്ല. ഇവരുടെ പണി എന്തുവായിരുന്നെന്ന് അറിയാമോ? മോശയുടെ കൂടാരത്തില് ഈ ആർക്ക് ഓഫ് ദ കവനന്റ് ഒരു സ്ഥലത്തുനിന്ന് അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ജോലി. ഒരു സ്ഥലത്തുനിന്ന് ടെന്റ് മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുപോകുമ്പം ഇതിനെ അഴിക്കണം. എന്നിട്ട് അവിടെ കൊണ്ടുപോയി വീണ്ടും കറക്റ്റായിട്ടുള്ള രീതിയിൽ സെറ്റപ്പ് ചെയ്യണം. ഇതിനെ മെയിൻ്റനൻസ് പണി ചെയ്യണം. ഇതേ ഉള്ളായിരുന്നു അവരുടെ ജോലി. ഇവിടെ വന്നു കഴിഞ്ഞപ്പം പുരോഹിതന്മാരെന്തുവാ ചെയ്യുന്നത്? ലേവ്യര് യഹോവയ്ക്ക് കീർത്തനം പാടുക. ചേർന്ന് പറയാമോ? കീർത്തനം പാടി വന്ദനം ചൊല്ലി സ്തോത്രം ചെയ്യുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചാക്കി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എവിടെ നിന്നാ? മോശയുടെ അടുത്തുനിന്ന് പഠിച്ച കാര്യമല്ലിത്. പുള്ളി അന്ന് വരെ ഇത് ഇസ്രായേലിൽ ഇങ്ങനെ ഒരു പരിപാടി നടന്നിട്ടേ ഇല്ല. ഇത് മുമ്പോട്ട് വായിക്കുമ്പോൾ അറിയാം, 100 കണക്കിന് 1000 ആൾക്കാരെ പുള്ളി അവിടെ സ്ഥാപിച്ചു. ഇറ്റ് വാസ് ആൻ എക്സ്പെൻസീവ് അഫെയർ. 24/7 വർഷിപ്പ് നടത്താൻ വേണ്ടി കംപ്ലീറ്റ് സെറ്റപ്പ് ഇദ്ദേഹം ചെയ്തു. ഹല്ലേലൂയ. അപ്പൊ നോക്കണേ, ആ ഭാഗം നമുക്ക് ഒന്നുകൂടെ താഴോട്ടൊന്ന് വായിക്കാം. എന്തൊക്കെ ചെയ്യണം ഇവര്? ടു സെലിബ്രേറ്റ്, to thank and praise. ഒരു ജോലിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. നമ്മളൊക്കെ താമസിക്കുന്ന അല്ലെ ഓഫീസുകളിലൊക്കെ വാച്ച്മാനെ കണ്ടിട്ടുണ്ട്. വാച്ച്മാന്റെ ജോലി ഗേറ്റ് അടയ്ക്കുക, ഗേറ്റ് തുറക്കുക. വേറെ കുറെ ജോലി അവർക്കുണ്ട്. പക്ഷേ ഗേറ്റ് അടയ്ക്കുക, ഗേറ്റ് തുറക്കുക എന്ന് പറയും പോലെ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. അവരുടെ ജോലിയാത്.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അതിനകത്ത് എനിക്ക് തോന്നിയ, എനിക്ക് ഇഷ്ടമുള്ള പോലെ വേണമെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യത്തില്ല, എനിക്ക് മൂടുണ്ടേ ചെയ്യും, മൂടില്ല ചെയ്യത്തില്ല, അങ്ങനത്തെ ഒരു പരിപാടിയല്ലത്. Yes. നോ 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 നോ, ഇതൊരു ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് തോന്നുന്നത് പോലെ പകുതി മനസ്സ് വെച്ച് ചെയ്യാനുള്ള ഒരു കാര്യമല്ലിത്. സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയെ പ്രതിബിംബിക്കുവാനുള്ള വലിയ പദവിയായത്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ തലമുറയിലെ അനേകര് ഇതേലെ അഭിഷേകത്താൽ പിടിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആമേൻ. വലിയ ദൈവഭയം ജീവിതങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ.